ഹായ് ഹലോ വെൽക്കം ഓൾ. ഇന്നത്തെ നമ്മുടെ ക്ലാസ് +2 മാത്തമാറ്റിക്സിൻ്റെ മെട്രിക്സ് എന്ന ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്സ് ആണ് നോക്കുന്നത്. അപ്പം മെട്രിക്സ് എന്ന ചാപ്റ്ററിൻ്റെ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുള്ള ഇതിന് മുമ്പുള്ള ക്ലാസ്സുകളൊക്കെ കാണാൻ മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോകളൊക്കെ കാണുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സും സിമ്മട്രിക് ആൻഡ് സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്? ഇഫ് എ ഈസ് ആൻ m/n മെട്രിക്സ് ദെൻ ദ മെട്രിക്സ് ഒബ്റ്റെയിൻഡ് ബൈ ഇൻ്റർചേഞ്ചിങ് ഇറ്റ്സ് റോസ് ആൻഡ് കോളം ഈസ് കോൾഡ് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് എ ആൻഡ് ഈസ് ഓർഡർ n/m. അതായത് എ എന്ന് പറയുന്ന ക്യാപിറ്റൽ ലെറ്റർ വെച്ചാണ് നമ്മൾ മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യുന്നത്. അതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പം ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് ഒരു m/n മെട്രിക്സ് ആണ്. m/n എന്ന് പറയുന്നത് അതിൻ്റെ ഓർഡറാണ്, മെട്രിക്സിൻ്റെ ഓർഡറാണ് m/n. അപ്പോൾ എന്താണ്, m റോസും n കോളംസുമാണ്. ആദ്യം പറയുന്നത് റോയും രണ്ടാമത് പറയുന്നത് കോളവുമാണ്. അപ്പോൾ m റോസും n കോളംസുമാണ്. അപ്പം m/n ഓർഡറുള്ള ഒരു മെട്രിക്സ് ആണ് എ എന്ന് പറയുന്നത്. എയുടെ ഓർഡറാണ് ഈ m/n എന്ന് പറയുന്നത്. ആ മെട്രിക്സിൻ്റെ റോയെ കോളമായിട്ടും കോളത്തെ റോയായിട്ടും ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് ആണ് ആ എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ്. ട്രാൻസ്പോസ് ടി എന്നോ അല്ലെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും, ഇങ്ങനെ മേളിൽ ഒരു ഡാഷ് ഇട്ട് അങ്ങനെ ഒക്കെ എഴുതാൻ പറ്റും ഇതിനെ. അപ്പം ഇങ്ങനെ ട്രാൻസ്പോസ് എടുക്കുന്നു. ട്രാൻസ്പോസ് ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഈ എയുടെ m/n എന്ന് പറയുന്ന ആ ഒരു റോയെയും കോളത്തെയും ഇൻ്റർചേഞ്ച് ചെയ്ത്, അപ്പം m റോയായിരുന്നു ഈ എയ്ക്ക് അല്ലേ. അപ്പം ട്രാൻസ്പോസ് വരുമ്പോൾ എന്താകും, അതിൻ്റെ ഓർഡർ m റോ എന്നുള്ളത് m കോളമായി മാറുന്നു. ഇനി n കോളമായിരുന്നു എയ്ക്ക്, n കോളം എന്നുള്ളത് n റോയായി മാറുന്നു ട്രാൻസ്പോസിൽ. അപ്പോൾ എത്ര കോളമുണ്ടോ എയിൽ, ആ എയിലെ കോളത്തെ ഈ എ ട്രാൻസ്പോസിൽ റോയാക്കുന്നു. എത്ര റോയുണ്ടോ എയിൽ, ആ എയിലെ റോയെ എ ട്രാൻസ്പോസിൽ വരുമ്പം അവിടെ കോളമാക്കുന്നു. അപ്പോൾ ഈ m/n എന്ന് പറയുന്ന ഓർഡർ എ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ എന്താകും, n/m ആയി മാറുന്നു. അതാണ് നമ്മൾ ആ ഡെഫിനീഷനകത്ത് അത് പറയുന്നത്. ഇനിയും നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. ഒരു 3/3 മെട്രിക്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ എ എന്ന് പറയുന്ന മെട്രിക്സ് ഒരു 3/3 മെട്രിക്സ് ആണ്. അപ്പോൾ ആ എയുടെ എ ട്രാൻസ്പോസ് എടുക്കുന്നു. അതായത് എ ഡാഷ് അല്ലെ എ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ എന്താണ്, ആദ്യത്തെ ഫസ്റ്റ് റോ എന്ന് പറയുന്നത് A11 A12 A13 ആയിരുന്നു എയിൽ. ആ A11 A12 A13 എന്ന് പറയുന്ന റോയെ എന്താണ്, ട്രാൻസ്പോസ് എടുക്കുമ്പോൾ കോളമാക്കി എഴുതുന്നു. A11 A12 A13 എന്ന് താഴേക്ക് എഴുതുന്നു. ഇടത്തു നിന്ന് വലത്തോട്ടുള്ളതല്ലേ റോയെ, ആ റോയെ മുകളിൽ നിന്ന് താഴേക്ക് കോളമാക്കി എഴുതുന്നു. വീണ്ടും ഇവിടുത്തെ എയുടെ രണ്ടാമത്തെ റോയെ ഇവിടെ രണ്ടാമത്തെ കോളമാക്കി എഴുതുന്നു. മൂന്നാമത്തെ റോയെ മൂന്നാമത്തെ കോളമാക്കി എഴുതുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എ ട്രാൻസ്പോസ് എന്ന് പറയുന്ന മെട്രിക്സ് കിട്ടി. അപ്പോൾ എന്താണ്, തന്നിരിക്കുന്ന റോയെ കോളമാക്കി എഴുതുന്നു, അതായത് കോളത്തെ റോയാക്കി എഴുതുന്നു. ശ്രദ്ധിക്കാം, നമുക്ക് റോയെ കോളമാക്കി എഴുതിയതാണ് ഇപ്പം പറഞ്ഞത്. ഇനി ശ്രദ്ധിച്ചേ, ഇവിടെ റോയെ കോളമാക്കി എഴുതിയപ്പോൾ എന്താണ് സംഭവിച്ചത്, ഇവിടെ നോക്കി, ഇവിടെ താഴോട്ടുള്ളത് ഈ A11 A12 A13 അല്ലെങ്കിൽ A11 A21 A31 ഇതാണ് ഫസ്റ്റ് കോളം അല്ലേ. ഈ ഫസ്റ്റ് കോളത്തെ ഇവിടെ എന്തായി, അത് A11 A21 A31 എന്ന് പറഞ്ഞ റോയായി മാറി. രണ്ടാമത്തെ ഇവിടുത്തെ കോളം എ ട്രാൻസ്പോസിൽ എന്തായി മാറി, റോയായി. എയിലെ മൂന്നാമത്തെ കോളം ഇവിടെ എന്തായി മാറി, കോളമായി മാറി. അപ്പോൾ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടുന്നത്, നമുക്കൊരു മെട്രിക്സ് തന്നിട്ട് അതിൻ്റെ ട്രാൻസ്പോസ് കാണാനാണെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ റോ വൈസ് ഫോക്കസ് ചെയ്യുക അല്ലെങ്കിൽ കോളം വൈസ് ഫോക്കസ് ചെയ്യുക. അതായത് നമ്മൾ റോയെ കോളമാക്കുന്നു എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ കോളത്തെ റോയും ആക്കപ്പെടുകയാണ് ചെയ്യുന്നത്. നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഒന്നുകൂടെ നോക്കാം. ഒരു മെട്രിക്സ് എ എന്ന് പറയുന്നത് നമുക്ക് തരുന്നു. എ എന്ന് പറയുന്ന മെട്രിക്സ് ആണ് 1 2 5. ദ ഫസ്റ്റ് റോയാണ് എയുടെ. സെക്കൻഡ് റോ എന്ന് പറയുന്നത് 3 6 -3. അപ്പോൾ എ ട്രാൻസ്പോസ് എങ്ങനെയാണ് എടുക്കുന്നത്, എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു, നമുക്ക് റോയെ കോളമാക്കാം അല്ലേ.
അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? കോളത്തെ റോ ആക്കണം. ആദ്യം നമുക്ക് റോയെ കോളമാക്കി എഴുതുമ്പോൾ എങ്ങനെ വരുന്നു എന്ന് നോക്കാം. ഇവിടെ 1 2 5 ആയിരുന്നു ഫസ്റ്റ് റോ. അതിനെ ഇവിടെ താഴേക്ക് എഴുതണം. 1 2 5 1 2 5. അപ്പോൾ ഫസ്റ്റ് കോളം കിട്ടി എ ട്രാൻസ്പോസിൽ. സെക്കൻഡ് റോ 3 6 -3 ആണ്. അതിനെ ഇവിടെ എന്താക്കി? കോളമാക്കി എഴുതണം. 3 6 -3 എന്ന് നമുക്ക് കോളം കിട്ടി. അപ്പോൾ ഇതിൻ്റെ എയുടെ ട്രാൻസ്പോസ് ഇങ്ങനെ കിട്ടി. ഇനി നമുക്ക് ഇതിനെ കോളം വൈസ് ഒന്ന് റോ ആക്കി നോക്കാം. ഇപ്പോൾ റോ വൈസ് എടുത്തിട്ട് അതിനെ കോളമാക്കിയാണ് ഇവിടെ എഴുതിയത് അല്ലേ. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ കോളം വൈസ് എടുത്ത് നോക്കാം. എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കോളം വൈസ് എഴുതുമ്പോൾ എങ്ങനെ വരും? 1 3 ഫസ്റ്റ് കോളം എയുടെ 1 3 ആണ്. അതിനെ നമ്മൾ എന്താക്കണം? റോ ആക്കണം. അപ്പം 1 3. രണ്ടാമത്തെ കോളം നോക്കുക 2 6. അതിനെ എ ട്രാൻസ്പോസിൽ എന്താക്കി? റോ ആക്കി 2 6. ഇനി 5 3 ആണ് മൂന്നാമത്തെ കോളം. ആ 5 3യെ എന്താക്കി മാറ്റി? ഇവിടെ 5 3 റോ ആക്കി മാറ്റി. അപ്പം നോക്കിയേ, ഈ കിട്ടിയ ആൻസറും ഇവിടെ ഈ കിട്ടിയ ആൻസറും ഒരേ ആൻസർ തന്നെയല്ലേ? 5 3 അല്ലായിരുന്നു, ഇവിടെ -3. ഓക്കെ ഓക്കെ, ഇവിടെ കിട്ടിയ രണ്ട് ആൻസറുകളും ഒരേ ആൻസറുകളാണല്ലോ. അതായത് ഒന്നുകിൽ നമ്മൾ റോ വൈസ് മാത്രം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ കോളം വൈസ് മാത്രം ശ്രദ്ധിക്കുക. ഒരുപാട് ചിന്തിച്ചോ റോയും കോളം കൂടെ കൂട്ടിക്കലർത്തി കൺഫ്യൂസ് ആകാതെ റോയെ കോളമാക്കുക എന്ന് ഓർക്കുക, അല്ലെങ്കിൽ കോളത്തെ റോ ആക്കുക എന്ന് ഓർക്കുക. അപ്പോൾ അങ്ങനെ റോയെ കോളമാക്കി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ കോളം റോ ആകുന്നുണ്ട്. അതായത് എ എന്ന് പറയുന്നതിൻ്റെ റോയെ കോളമാക്കുമ്പോൾ, ഫസ്റ്റ് റോയെ കോളമാക്കുമ്പോൾ അവിടെ എന്താണ്? ഇവിടെ തന്നിരിക്കുന്ന കോളം വൈസ് നോക്കിയാൽ ആ കോളത്തെ റോ ആക്കി ഇവിടെ മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു രീതിയിൽ ഒരു ക്രമത്തിൽ ചെയ്ത് പഠിക്കുക. അപ്പം നമുക്ക് എന്താണ് ഈ ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു മെട്രിക്സിൻ്റെ അകത്ത് ith അല്ലെങ്കിൽ jth എലമെൻറ്റ് എന്ന് പറയുന്ന എ എന്ന് പറയുന്ന മെട്രിക്സിലെ ith ആൻഡ് jth എലമെൻറ്റ് അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ എന്തായി മാറി? നേരെ തിരിഞ്ഞു വരും അല്ലേ? jth ആൻഡ് ith എലമെൻറ്റായി മാറി. ഫോർ എക്സാമ്പിൾ, ഇവിടെ എ എന്ന് പറയുന്ന മെട്രിക്സിനകത്ത് A23 എന്ന് പറയുന്ന ഈ എലമെൻറ്റ്, A23 എന്ന് പറയുന്ന എലമെൻറ്റ് എവിടെ കിടക്കുന്നു? രണ്ടാമത്തെ റോയിൽ മൂന്നാമത്തെ കോളത്തിൽ കിടക്കുന്നു. അതിവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്തായി? എ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞപ്പോൾ ആ A23 എന്ന് പറയുന്ന എലമെൻറ്റ് ഇവിടെ വന്നപ്പോൾ എന്താണ്? ഇവിടെ A32 ആണ് അവിടെ അല്ലേ. അതായത് 2 അവിടെ 3 ആയി, 3 അവിടെ 2 ആയി. അതായത് ith ആൻഡ് jth എലമെൻറ്റ് എന്ന് പറയുന്നത് ട്രാൻസ്പോസിൽ jth ആൻഡ് ith എലമെൻ്റ് ആയിട്ട് മാറുകയാണ്. അതാണ് ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, എ എന്ന് പറയുന്ന ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ അവിടെ ഇൻ്റർചേഞ്ചിങ് ഇറ്റ്സ് റോസ് ആൻഡ് കോളംസ്, അതിൻ്റെ റോയും കോളവും ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. എങ്ങനെ ഇൻ്റർചേഞ്ച് ചെയ്യുന്നു? റോയെ കോളമാക്കുന്നു, കോളത്തെ റോ ആക്കുന്നു. എളുപ്പമാണ്. സൈൻ്റെ മാറ്റമൊന്നുമില്ല. പ്ലസ് ആണെങ്കിലും മൈനസ് ആണെങ്കിലും നമ്മൾ ഏത് എലമെൻ്റ് ആണെങ്കിലും അത് ഇട്ട് കൊടുക്കുകയാണ്. ഇതാണ് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. അടുത്തത് സിമ്മട്രിക് മെട്രിക്സ്. സിമ്മട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോസ് എന്താണ് എന്നറിയാവുന്ന ഒരാൾക്ക് എളുപ്പമാണ് സിമ്മട്രിക്ക് സ്ക്യൂ സിമ്മട്രിക്ക്. ട്രാൻസ്പോസ് എടുക്കാൻ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇത് എളുപ്പമാണ്. അതായത് കൺസിഡർ ദി മെട്രിക്സ് എ എന്ന് പറയുന്ന മെട്രിക്സ് കൺസിഡർ ചെയ്യുക. ഇതാണ് എ എന്ന് പറയുന്ന മെട്രിക്സ്. നമ്മൾ അതിൻ്റെ ഓരോ റോയും നോക്കാം. 2 1 + 3 ആണ് ഫസ്റ്റ് റോ. രണ്ടാമത്തെ റോ എന്ന് പറയുന്നത് 1 4 5 ആണ് രണ്ടാമത്തെ റോയ്. മൂന്നാമത്തെ 3 5 6 ആണ് മൂന്നാമത്തെ റോ. എ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ എന്താകും? നമുക്ക് ഫസ്റ്റ് റോയെ എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് റോയെ നമുക്ക് കോളമാക്കി എഴുതാം. അപ്പോൾ എന്താണ്? 2 1 3 അല്ലേ. രണ്ടാമത്തെ റോയെ കോളമാക്കുമ്പം 1 4 5. മൂന്നാമത്തെ റോയെ കോളമാക്കുമ്പം 3 5 6. ഇതാണ് എ ട്രാൻസ്പോസ്. നോക്കിയേ, എയും എ ട്രാൻസ്പോസും സെയിം അല്ലേ? ഈ 2 1 3 തന്നെയല്ലേ നമുക്കിവിടെ വന്നിരിക്കുന്നത്. അടുത്തത് 1 4 5 തന്നെയാണല്ലോ. അടുത്തത് 3 5 6 തന്നെയാണല്ലോ. രണ്ടും സെയിം ആയിട്ട് വന്നു. ഇത് 3 ആണ്, 3. അപ്പോൾ രണ്ടും സെയിം ആയിട്ട് വന്നു. അങ്ങനെ രണ്ട് മെട്രിക്സുകൾ, അതായത് എയും എ ട്രാൻസ്പോസും സെയിം ആണെങ്കിൽ, എ = എ ട്രാൻസ്പോസ്, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു മെട്രിക്സിനെ അതിൻ്റെ ട്രാൻസ്പോസ് എടുത്തു കഴിയുമ്പോൾ ആദ്യത്തെ
ആ ട്രാൻസ്പോസ് എ എന്ന് പറയുന്ന മെട്രിക്സിനെ അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുന്നു. അപ്പോൾ എ ഈക്വൽ ടു എ ട്രാൻസ്പോസ് ആണെങ്കിൽ ട്രാൻസ്പോസ് എടുത്ത് കഴിയുമ്പോഴും കിട്ടുന്നത് ആ പഴയ മെട്രിക്സ് തന്നെയാണെങ്കിൽ അതിനെ നമുക്ക് എന്തു പറയാം? സിമ്മട്രിക് മെട്രിക്സ് എന്ന് പറയാം. അപ്പോൾ സിമ്മട്രിക് മെട്രിക്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മെട്രിക്സ് തരുന്നു, ആ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോഴും നമുക്ക് ആ പഴയ മെട്രിക്സ് തന്നെ കിട്ടുന്നു, സൈൻ്റെ അകത്ത് പോലും ഒരു മാറ്റവുമില്ല, എങ്കിൽ അത് സിമ്മട്രിക് മെട്രിക്സ് ആണ്. എ നമുക്ക് സിമ്മട്രിക് മെട്രിക്സ് എന്ന് പറയാം. അപ്പം എ ഈക്വൽ ടു എ ട്രാൻസ്പോസ്, ഈ കണ്ടീഷനാണ് ഓർത്തിരിക്കേണ്ടുന്നത്. ഇൻ ഡെഫിനിഷൻ, എ സ്ക്വയർ മെട്രിക്സ് എ ഈസ് സെഡ് ടു ബി സിമ്മട്രിക് ഇഫ് എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ. അതായത് എ എന്ന് പറയുന്ന മെട്രിക്സ് സിമ്മട്രിക് ആണെന്ന് പറയാം എപ്പോൾ എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആണെങ്കിൽ അത് സിമ്മട്രിക് ആണ്. അതായത് സിമ്മട്രിക് മെട്രിക്സിൻ്റെ അകത്ത് എന്താണ്, ith jth എലമെൻറ്റ് എങ്ങനെ വരും? എ ഐ ജെ ഈക്വൽ ടു എ ജെ ഐ എന്ന് വരും അല്ലേ. ഫോർ ഓൾ ഐ ആൻഡ് ജെ, എ ഐ ജെ ഈക്വൽ ടു എ ജെ ഐ ആയിരിക്കും. അതായത് ഓരോ എലമെൻറ്റും എടുത്ത് നോക്കിയാൽ മതി. 4 ആണെങ്കിൽ ഇവിടെയും 4 തന്നെയാണ്, ഇവിടെ 1 ആണെങ്കിൽ ഇവിടെയും 1 തന്നെയാണ്, എല്ലാം ഈക്വൽ ആയിട്ടായിരിക്കും വരുന്നത്. അത്തരം മെട്രിക്സ് ആണ് സിമ്മട്രിക് മെട്രിക്സ്. എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ, അതാണ് സിമ്മട്രിക് മെട്രിക്സ്. അടുത്തത് നമുക്ക് സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ് നോക്കാം. സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. എ എന്ന് പറയുന്ന മെട്രിക്സ് ഇവിടെയും തന്നിട്ടുണ്ട്. ആ എയുടെ ട്രാൻസ്പോസ് എടുക്കുന്നു. നോക്കിക്കേ, ഫസ്റ്റ് റോ 0 2 -3 ആയിരുന്നു അല്ലേ. ട്രാൻസ്പോസ് എടുത്തപ്പോൾ അതിനെ എങ്ങനെ എഴുതണം? കോളമാക്കി, റോയെ കോളമാക്കുമല്ലേ ട്രാൻസ്പോസ്. അപ്പോൾ 0 2 -3 എന്ന് താഴോട്ട് എഴുതി. സെക്കൻഡ് റോ നോക്കുക, -2 0 4, അതിനെ നമ്മൾ കോളമാക്കി എഴുതുമ്പോൾ -2 0 4 എന്ന് താഴോട്ട് എഴുതി. തേർഡ് റോ നോക്കുക, 3 -4 0, അതിനെ നമ്മൾ കോളമാക്കി താഴോട്ട് എഴുതി 3 -4 0 എന്ന് വന്നു. അപ്പോൾ നോക്കിയേ, എ ഈക്വൽ ടു എ ട്രാൻസ്പോസ് ആണെങ്കിൽ സിമ്മട്രിക് ആയിരുന്നു. പക്ഷേ ഇവിടെ എ ഈക്വൽ ടു എ ട്രാൻസ്പോസ് അല്ല വന്നത്. കാരണം ഇവിടെ വന്നിരിക്കുന്ന ഈ എലമെൻറ്റിൻ്റെ മൈനസ് സൈനിലൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട് അല്ലേ. ഇവിടെ -2 ആയിരുന്നു, ഇവിടെ 2 ആണ് വന്നത്. അപ്പോൾ എന്താണ് ആ വ്യത്യാസമെന്ന് നമുക്ക് നോക്കാം. ഈ എ ട്രാൻസ്പോസിനെ നമുക്കൊരു -1 കൊണ്ട് ഇൻഡ്യൂ ചെയ്ത് നോക്കാം. അപ്പോൾ എന്താകും അത്? -a ട്രാൻസ്പോസ്. ഏതൊരു എലമെൻറ്റിനെ മൈനസ് കൊണ്ട് ഇൻഡ്യൂ ചെയ്താൽ അതിനൊരു മൈനസ് സൈൻ വരുമല്ലേ. അപ്പോൾ എ ട്രാൻസ്പോസ് എന്ന് പറയുന്ന മെട്രിക്സിനെ -1 കൊണ്ട് ഇൻഡ്യൂ ചെയ്യുമ്പോൾ എന്താകും? -a ട്രാൻസ്പോസ് ആകും. അപ്പോൾ -a ട്രാൻസ്പോസ് എടുത്ത് നോക്കാം. -1 ഇൻറ്റു ഈ കിട്ടിയ എ ട്രാൻസ്പോസ് എന്ന് പറയുന്ന മെട്രിക്സ്. അപ്പോൾ എന്താണ്? ഇതിനകത്തെ ഓരോ എലമെൻറ്റിനെയും -1 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. -1 ഇൻറ്റു 0 0 തന്നെയാണ്. -1 ഇൻറ്റു -2 2 വരും. മൈനസും കൂടെ ആകുമ്പം പ്ലസ് ആകും, 2 വരുന്നു. -1 ഇൻറ്റു 3 ചെയ്യുമ്പം -3 വരുന്നു. ഈ സെക്കൻഡ് റോ ചെയ്യുക. -1 ഇൻറ്റു 2 -2 വന്നു. -1 ഇൻറ്റു 0 0 വന്നു. -1 ഇൻറ്റു -4 +4 വന്നു. ഇനി തേർഡ് റോ -1 ഇൻറ്റു -3 +3 വന്നു. പിന്നെ -1 ഇൻറ്റു 4 -4 വന്നു. -1 ഇൻറ്റു 0 വീണ്ടും 0 തന്നെ വന്നു. ഇനി നമുക്ക് ഈ മെട്രിക്സ് ഒന്ന് നോക്കിയേ. -a ട്രാൻസ്പോസ് എന്ന് പറഞ്ഞ ഇതേ മെട്രിക്സ് ഈക്വൽ അല്ലേ, എയ്ക്ക് ഈക്വൽ അല്ലേ. എയുടെ അകത്തെ ഓരോ എലമെൻറ്റുമാണ് മൈനസ് സൈൻ പോലും മാറ്റമില്ലാതെ അതുപോലെ തന്നെ കിട്ടി -a ട്രാൻസ്പോസിൽ അല്ലേ. അപ്പം എ ഈക്വൽ ടു -a ട്രാൻസ്പോസ് ആണെങ്കിൽ അത്തരം മെട്രിക്സിന് പറയുന്ന പേരാണ് സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ്. എ എന്ന് പറയുന്ന മെട്രിക്സ് തരുന്നു, ആ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് നമ്മൾ കാണണം ആദ്യം. ഏത് മെട്രിക്സ് ആണോ നമുക്ക് തരുന്നത് അതിൻ്റെ ട്രാൻസ്പോസ് ആദ്യം കാണുന്നു. ട്രാൻസ്പോസ് കണ്ടിട്ട് അതിനെ എന്താണ് -1 കൊണ്ട് അതിൻ്റെ അകത്തെ ഓരോ എലമെൻറ്റിനെയും ഇൻഡ്യൂ ചെയ്യണം. അങ്ങനെ ഇൻഡ്യൂ ചെയ്യുമ്പോൾ നമുക്ക് എന്തോ കിട്ടുന്നത്? -a ട്രാൻസ്പോസ് ആണ് കിട്ടുന്നത്. അങ്ങനെ കിട്ടുമ്പോൾ -a ട്രാൻസ്പോസ് എന്ന് പറയുന്ന മെട്രിക്സ് എ എന്ന് പറയുന്ന മെട്രിക്സിന് തുല്യമായിട്ടാണ് വരുന്നത്. മൈനസ് സൈൻ പോലും ഒരു മാറ്റവുമില്ലാതെ എയ്ക്ക് തുല്യമായിട്ടാണ് -a ട്രാൻസ്പോസ് വരുന്നതെങ്കിൽ ആ എ നമുക്ക് എന്ത് പറയാം? അതൊരു സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ് ആണെന്ന് പറയാം. അപ്പോൾ എ ഈക്വൽ ടു എ ട്രാൻസ്പോസ് എന്ന് പറയുന്ന ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ എന്താണ്? എ ഈക്വൽ ടു -a ട്രാൻസ്പോസ് എന്ന് പറയുന്ന ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ എന്താണ്? അതൊരു സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ് ആണ്. അപ്പോൾ സിമ്മട്രിക്കും സ്ക്യൂ സിമ്മട്രിക്കും നമ്മൾ പഠിച്ചു. സിമ്മട്രിക് എന്ന് പറഞ്ഞാൽ എ ഈക്വൽ ടു എ ട്രാൻസ്പോസ് എന്നാണ് പഠിച്ചത്. സ്ക്യൂ സിമ്മട്രിക് എന്ന് പറഞ്ഞാൽ എ ഈക്വൽ ടു
മൈനസ് എ ട്രാൻസ്പോസ്. ഇതാണ് വ്യത്യാസം. ഒരു മൈനസ് ഇവിടെ വരുന്നുണ്ട് അല്ലേ. ഇതാണ് സ്ക്യൂ സിമെട്രിക്. ഇനി ഡെഫിനിഷൻ നോക്കാം. എ സ്ക്വയർ മെട്രിക്സ് എ ഈസ് സെഡ് ടു ബി സ്ക്യൂ സിമെട്രിക് ഇഫ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു മൈനസ് എ. ഒരു സ്ക്വയർ മെട്രിക്സ് ആയ എയെ നമുക്ക് സ്ക്യൂ സിമെട്രിക് എന്ന് പറയാം എപ്പോഴാണ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു മൈനസ് എ. അല്ലെ തിരിച്ചു എഴുതാം, എ ഈക്വൽ ടു മൈനസ് എ ട്രാൻസ്പോസ്. എങ്ങനെയാണെങ്കിലും സെയിം ആണ്. എ ട്രാൻസ്പോസ് ഈക്വൽ ടു മൈനസ് എ എന്നും പറയാം, എ ഈക്വൽ ടു മൈനസ് എ ട്രാൻസ്പോസ് എന്നും പറയാം. എങ്ങനെയാണെങ്കിലും സെയിം ആണ്. ഇൻ എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എ ഐ ജെ ഈക്വൽ ടു മൈനസ് എ ജെ ഐ ആയിരുന്നു. മറ്റേടത്ത് എങ്ങനെയാണ് എ ഐ ജെ ഈക്വൽ ടു എ ജെ ഐ ആയിരുന്നു നമുക്ക് മുമ്പേ സിമെട്രിക് മെട്രിക്സ് കണ്ടപ്പം കിട്ടിയത് അല്ലേ. അപ്പോൾ സ്ക്യൂ സിമെട്രിക് എന്ന് പറയുമ്പോൾ എ ഐ ജെ ഈക്വൽ ടു മൈനസ് എ ജെ ഐ ആണ്. എ ഐ ജെ ഈക്വൽ ടു മൈനസ് എ ജെ ഐ ആണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ എ എന്ന് പറയുന്ന മെട്രിക്സ് നമ്മളിതാ ഇവിടെ ഇതൊരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെന്ന് പറയുന്നു. അതായത് എ എന്ന് പറയുന്ന മെട്രിക്സ് ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും എയുടെ ട്രാൻസ്പോസ് കണ്ടിട്ട് പിന്നെ മൈനസ് കൊണ്ട് ഇൻഡ്യൂ ചെയ്യണം. അപ്പം മൈനസ് എ ട്രാൻസ്പോസ് കിട്ടും. അത് ഈക്വൽ ടു എ ആണോ നോക്കുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? ആണെങ്കിൽ അത് എ ട്രാൻസ്പോസ് ഈക്വൽ ടു മൈനസ് എ ആണെങ്കിൽ അത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെന്ന് നമുക്ക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്കത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെന്ന് പറയാം. ഇങ്ങനെയാണ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ട്രാൻസ്പോസ് അറിയാമെങ്കിൽ നമുക്ക് സിമെട്രിക് മെട്രിക്സും അതുപോലെ സ്ക്യൂ സിമെട്രിക് മെട്രിക്സും ഒക്കെ കാണാൻ എളുപ്പമാണ്. ആ കണ്ടീഷൻ മാത്രം ജസ്റ്റ് ഓർത്തിരിക്കുക. സിമെട്രിക്കിന് എ ഈക്വൽ ടു എ ട്രാൻസ്പോസ്, സ്ക്യൂ സിമെട്രിക്കിന് എ ഈക്വൽ ടു മൈനസ് എ ട്രാൻസ്പോസ്. ഇത്രയേ ഉള്ളൂ കണ്ടീഷൻസ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് കൂടുതൽ പ്രോബ്ലംസ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. കൂടുതൽ വീഡിയോയുമായിട്ട് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് കൂടുതൽ പ്രോബ്ലംസുമായിട്ടൊക്കെ കാണാം. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.